കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങൾ കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. 4 കുടുംബങ്ങളാണ് നഗരസഭാ ഓഫീസിലെത്തിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, എന്താണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറിയതിന് പിന്നാലെ ആ വീട്ടുകാരുടെ പ്രതിഷേധം? എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ, നിഖിൽ? ശ്രീജിത്ത്, കനത്ത മഴ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് പകൽ സമയത്തെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ പങ്കുവച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം അടക്കം കൃത്യമല്ലാത്ത പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടിയ കോളനി നിവാസികൾ ഈ നഗരസഭാ ഓഫീസിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. IHDP കോളനി നിവാസികളാണ് പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരിപ്പോൾ കൊയിലാണ്ടി ടൗണിലെ മുഴുവൻ മലിനജലവും റെയിൽവേ ഓവുപാലത്തിനടിയിൽ കൂടി കിഴക്കുഭാഗത്തെ ഈ പ്രദേശത്തേക്ക് ഇവർ താമസിക്കുന്ന ഉന്നതിയിലേക്ക് എത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി എത്തുന്നത്. കൊയിലാണ്ടി നഗരസഭയിലെ 32ാം വാർഡിലാണ് ഉൾപ്പെടുന്നത് ഇവർ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുടുംബം നഗരസഭാ ഓഫീസിലേക്ക് നേരിട്ടെത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും അവിടെ ഇപ്പോൾ കുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് അവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.